അപ്പൊ നമ്മുടെ സീരിയൽ താരങ്ങളായിട്ടുള്ള സൽമാന്റെയും മേഘയുടെയും വിവാഹം ഇപ്പൊ അതാണല്ലോ പലയിടത്തെയും ചർച്ചാ വിഷയം. 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കുറച്ച് സുഹൃത്തുക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളൊന്നും പങ്കെടുക്കാതെയാണ് ഇവർ വിവാഹം കഴിച്ചത്. ഞാനിപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവരുടെ വിവാഹം ഇത്രത്തോളം ചർച്ചയാക്കാനുള്ള കാരണം എന്നുള്ളത്. ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാളുടെയും പേരിൽ തന്നെ ഉണ്ട് അതിനുള്ള കാരണം. ഒരാളുടെ പേര് സൽമാൻ, മറ്റൊരാളുടെ പേര് മേഘന. ഇത് മാത്രമല്ല കേട്ടോ, ഈ കല്യാണം ഇത്ര വിവാദമാവാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പാണ്. ഇവിടെ സൽമാന്റെ പ്രായം എന്ന് പറയുന്നത് 33 വയസ്സാണ്. പക്ഷേ മേഘനയുടെ പ്രായം എന്ന് പറയുന്നത് 19 വയസ്സാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ 14 വയസ്സിന് ഏജ് ഗ്യാപ്പ് ഉണ്ട് അല്ലെ. അതും ഈ കല്യാണം വിവാദമായി മാറാൻ മറ്റൊരു കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ കല്യാണത്തിന്റെ സമയത്ത് ഇവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ രണ്ടുപേരും ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ, അതാണ് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ. വളരെ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് തന്നെയാണ് രണ്ടുപേരും കെട്ടിയത് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ആ ഒരു സന്തോഷം രണ്ടുപേരുടെ മുഖത്ത് നന്നായി പ്രതിഫലിച്ച് കാണുന്നുമുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും കൂടി ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് പലരും പൂരെ നെഗറ്റീവാണ്. ഞാൻ ആണെങ്കിൽ 1-2 കമന്റ്സ് വായിച്ചു തരാം. ഹാപ്പി ഫോർ ദിസ് കപ്പിൾ ബട്ട് 33 and 90. അത് നിങ്ങളുടെ കാര്യത്തിൽ ഹാപ്പി ഒക്കെ ആണ്. പക്ഷെ ആ ഏജ് ഗ്യാപ്പ് ഒരാൾക്ക് 33 മറ്റാൾക്ക് 19. അതെന്തോ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള മറ്റാൾ ഉദ്ദേശിച്ചത്. അപ്പൊ അതിനൊരാൾ കൊടുത്ത മറുപടി നിങ്ങൾ നോക്കി. വാട്ട് അബൌട്ട് നസ്രി ആൻഡ് ഫാദർ, ദേ ആർ ഡിവോഴ്സ്. അത് നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ഇതേ ആൾ തന്നെ കൊടുത്ത മറുപടി നിങ്ങൾ നോക്കി. അവർക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ല, ആലോചിച്ച് നടത്തി കൊടുത്തതല്ലേ. ഇങ്ങനെ നീളുന്ന കമന്റ് ബോക്സ്. എന്തായാലും ഇതിന് താഴെ തന്നെ ഒരുപാട് ആളുകൾ റിപ്ലൈകളുമായി വന്നിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അവസാനത്ത് വല്ലാണ്ടായ സമയത്ത് ഗത്യന്തരം ഇല്ലാതെ വരനായിട്ടുള്ള സൽമാൻ തന്നെ ഇതിനൊരു മറുപടി ആയിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വായിച്ചുതരാം. ഡിയർ വെൽ വിഷേഴ്സ്, അവളുടെ അച്ഛൻ മാരേജിന് ടൈം വന്നു. മൈ മോമ് വിളിച്ച് സെറ്റ് ആയിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടെ കിടന്ന് ദയവ് ചെയ്ത് അടി കൂടില്ല. ആരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വീട്ടിൽ അയച്ചു കൊടുക്കുമ്പോൾ വീട്ടുകാർ വെറുതെ ടെൻഷൻ ആവുന്നു. ഞങ്ങൾ നന്നായി ജീവിച്ചോളാം. പറ്റുമെങ്കിൽ പ്രേ ഫോർ അസ്, അല്ലെങ്കിൽ ലീവ് അസ് പ്ലീസ്. താങ്ക്സ് ആൻഡ് ലവ് ടു ഓൾ. ഇങ്ങനെ ഒരു മറുപടി പുള്ളിക്കാരന് പറയേണ്ടി വന്നുള്ളതാണ്. അജ്ജാതെ അടിയായിരുന്നു കമന്റ് ബോക്സിൽ. എന്ത് പറയാനാണില്ലേ, ഇവർക്കില്ലാത്ത പ്രശ്നമാണ് ഇവരുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്. പിന്നെ ഈ കല്യാണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പെൺകുട്ടി 19-ാമത്തെ വയസ്സിൽ കല്യാണം കെട്ടുന്നതിനോടൊന്നും എനിക്കൊട്ടും യോജിപ്പില്ല. നമ്മളത് നിരന്തരമായി പലതവണ നമ്മളെ വീഡിയോകളിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ 19 വയസ്സെന്ന് പറയുന്നത് നമ്മൾ ജീവിതം അറിഞ്ഞു തുടങ്ങുന്ന പ്രായമാണ്. ഇനിയും ജീവിതം ഒരുപാട് മുന്നോട്ട് നീണ്ടു കിടക്കുന്നുണ്ട്. 19 വയസ്സുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ആവേശവും ചോരത്തെളുപ്പൊക്കെ കൂടുതലായിരിക്കും. പിന്നെ ജീവിതത്തിൽ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് ജീവിതം നശിച്ച എത്രയോ ആളുകളെ കുറിച്ച് നമ്മൾ തന്നെ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി പേഴ്സണലി എനിക്കൊരാൾ 19 വയസ്സിൽ കെട്ടുന്നതിനോടൊന്നും ഒട്ടും യോജിപ്പില്ല. പക്ഷെ അത് എന്റെ പേഴ്സണൽ താല്പര്യവും എന്റെ അഭിപ്രായവുമാണ് കേട്ടോ. പക്ഷെ എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഏത് പ്രായത്തിൽ കെട്ടണം, ആര് കെട്ടണം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണ് അല്ലെ. ഇപ്പൊ ഈ പെൺകുട്ടിക്ക് 19-ാമത്തെ വയസ്സിൽ കെട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ അതാണ് അവരുടെ തീരുമാനമെങ്കിൽ അവിടുന്ന് പുറത്തുനിന്ന് ഒരാളുടെ റോളിന്റെ ആവശ്യമില്ല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യവും തീരുമാനവുമാണ്. അത് നമ്മൾ വകവെച്ച് കൊടുത്തേ പറ്റൂ. അവിടെ വന്ന അഭിപ്രായം പറയാൻ ഞാനും നിങ്ങളും ആരുമല്ല. പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ 19-ാം വയസ്സിലെ കല്യാണവും കാര്യങ്ങളും ഒക്കെ ഈ പബ്ലിക്കിൽ വന്ന് ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ഇൻഫ്ലുവൻസ് ആകാൻ സാധ്യത ഉണ്ടല്ലോ. അത് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അല്ല, ഇവിടെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ. ഒട്ടുമിക്ക ഫാമിലി വ്ളോഗേഴ്സിന്റെ അവസ്ഥ എന്താണ്? 19-20 വയസ്സിലങ്ങ് ഒളിച്ചോടും, എന്നിട്ട് കെട്ടിയിട്ട് പുതിയ യൂട്യൂബ് ചാനലായിട്ട് അങ്ങ് വരും. ഞങ്ങൾ അടിപൊളിയാണ്, ഞങ്ങളുടെ ലവ് സ്റ്റോറി കണ്ടു, എല്ലാവരും ഞങ്ങളെ മാതൃകയാക്കണം എന്നുള്ള രീതി. ആ രീതിയിലൊന്നും വരാതിരുന്നാൽ മാത്രം മതി. അതല്ലാതെ കെട്ടി നിങ്ങളുടെ പ്രൊഫഷനും നോക്കി പോവുകയാണെങ്കിൽ വളരെ നല്ല. എനിവേ, പിന്നെ ഇവരുടെ കല്യാണത്തിന് ആളുകൾ പ്രശ്നമായി പറയുന്നത് ഇവരുടെ മതമാണ്. രണ്ടുപേരും വ്യത്യസ്ത മതത്തിൽ നിന്നായതുകൊണ്ട് തന്നെ അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലൊന്നും വായിക്കുന്നില്ല. അതിൽപ്പെട്ട ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും, ലവ് ജിഹാദ് ആണെന്ന് ചിലരെങ്കിലും പറയും, അതാണ് സത്യവും. അയ്യന്റെ മോനെ, കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. ഇപ്പോഴെങ്കിലും കണ്ടില്ല, സന്തോഷം. അല്ല, സാധാരണ മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് എപ്പോഴും കാണുന്ന ഒരു കമന്റ് ആണല്ലോ ലവ് ജിഹാദ് എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. അത് അങ്ങനെ കുറെ ടീംസ് ഇഷ്ടം. ഇവരൊക്കെ നോക്കി നടക്കുകയാണെന്ന് തോന്നുന്നു. എവിടെ ഒരു
മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ കല്യാണം കഴിക്കുന്നു നോക്കിക്കൊണ്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഇവർക്ക് ഇത് തന്നെയാണ് പണിയെന്ന് തോന്നുന്നു. ഇവരോടൊന്നും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. തലം മതം നക്കിയ ടീമാണ് ഇഷ്ടം. എന്ത് പറയാനാണ് ഇവരോടൊക്കെ? ഇവിടെ പല രീതിയിലുള്ള കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. മുസ്ലിം ഹിന്ദുക്കളെ കെട്ടുന്നുണ്ട്, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കെട്ടുന്നുണ്ട്, അതല്ലാണ്ട് മുസ്ലിം ക്രിസ്ത്യാനികളെ കെട്ടുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെയും കെട്ടുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള വിവാഹം ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ മുസ്ലിമും ഹിന്ദുവും തമ്മിൽ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാണെങ്കിൽ മാത്രമാണ് ഇവർക്ക് പ്രശ്നം. അതൊരു പ്രത്യേക തരം ചൊറിച്ചിലാണ്. അതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര പറഞ്ഞാലും അത് മാറാനും പോകുന്നില്ല. അതൊക്കെ മാറേണ്ടതാണെങ്കിൽ എന്നേ മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അല്ലേ. അത് അങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നന്നായി മുതലെടുപ്പ് നടത്തുന്നത് ഇവിടുത്തെ കുറെ ഓൺലൈൻ മഞ്ഞ ടീംസ് ആണ്. എന്തൊക്കെ വാർത്തകളാണ് ഇത് വെച്ച് ഇവർ അടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ഞാൻ 1-2 വാർത്തകളുടെ തമ്മിൽ വായിച്ചുതരാം. ഈ ബന്ധം നമുക്ക് വേണ്ട മോളെ, അച്ഛനും അമ്മയും കരഞ്ഞു പറഞ്ഞിട്ട് മേഘ കേട്ടില്ല, സൽമാനെ കെട്ടിയത് സ്വന്തം ഇഷ്ടപ്രകാരം, പിന്നെ അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ച മാതിരിയാണ് വർത്താനം, അച്ഛനും അമ്മയും പറഞ്ഞിട്ട് മേഘ കേട്ടില്ല പോലും. ഇനി അടുത്ത തമ്മിൽ വായിച്ചുതരാം. മേഘ 19 വയസ്സുള്ള കൗമാരക്കാരി, 33-കാരനായ സൽമാന്റെ 2ാം വിവാഹമാണിത്, ഒരു കുഞ്ഞുമുണ്ട്, മരണ വീട് പോലെ തകർന്ന അച്ഛനും അമ്മയും. ഇങ്ങനെയൊക്കെയാണ് ഓരോ തമ്മിലും വെച്ച് ഇവർ അടിച്ചു വിടുന്നത്. അതായത് അച്ഛനും അമ്മയും ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാഹം നടത്തിയത്. മേഘനൊരു വഞ്ചകയാണ്, ആ രീതിയിലൊക്കെയാണ് ഇവർ പോർട്രേ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെയാണ് നല്ല വ്യൂസും ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ അടിച്ചു വിടുമ്പോൾ അതിന് താഴെ കമന്റ് ബോക്സിൽ എത്തരത്തിലുള്ള കമന്റുകളാണ് വരാന്നുള്ള ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. 19 വയസ്സ് വരെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കുമുള്ള കൂലി കഷ്ടം തന്നെ. ഈ രീതിയിലൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയൊക്കെ അവർക്ക് സൈബർ ബുള്ളിങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഓൺലൈൻ മീഡിയസ് ശ്രമിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിച്ചാലല്ലേ അവർക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ അല്ലേ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മേഘനയും സൽമാനും ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂവർ ഇവരോട് ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള സൽമാന്റെയും മേഘനയുടെയും മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്റർകാസ്റ്റിന് ലൈക്ക് ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ. അപ്പൊ ലൈക്ക് നിങ്ങൾ വീട്ടിൽ സംസാരിക്കും. ഇപ്പം സൽമാൻ വിളിച്ച് ചോദിച്ചല്ലോ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞപ്പം അതെങ്ങനെയാണ് വീട്ടില് പ്രസന്റ് ചെയ്തത്? അത് വീട്ടില് ഇവളുടെ വീട്ടിൽ ഓൾറെഡി ഇവർക്ക് എൻ്റെ അടുത്തുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ഒരു താല്പര്യം അറിയാം, ഞങ്ങൾ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. സോ രജിസ്റ്റർ വിവാഹത്തിന്റെ രജിസ്റ്റർ മാരേജിന്റെ ഇത് കണ്ട വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും 2 വീട്ടുകാരും ഇല്ല. വിച്ച് മീൻസ് ദാറ്റ് ഒബ്വിയസ്ലി അവിടെ നിന്ന് ഒരു എതിർപ്പുണ്ട്, അല്ലാതെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വെരി ലക്കിലി അല്ലെ, വെരി ലക്കിലി അന്ന് രജിസ്റ്റർ മാരേജിന് അന്ന് ഇവളുടെ അച്ഛൻ വന്നു അവിടെ. അച്ഛനെ കണ്ടപ്പോ പുള്ളി അത് കുറച്ച് ഷോക്കായി. പിക്ചർ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വിളിക്കാൻ ഇതാരോ വിളിക്കാത്തൊരു ഗസ്റ്റ്. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര കൂളായിരുന്നു. വന്നിട്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇത്ര വരെ ആയില്ലേ, സോ നല്ലൊരു ജീവിക്ക് ബ്ലസ് ചെയ്തു, കൂടെ നിന്ന് പിക്ചർ ഒക്കെ എടുത്ത്. പക്ഷെ ആക്ച്വലി ഒരു അബദ്ധം പറ്റി എന്താ വെച്ചാൽ ഞങ്ങൾ പിക്ചർ എടുത്തില്ല. ഞങ്ങളത് റിയലൈസ് ചെയ്യാൻ കുറെ ടൈം എടുത്തു. കാരണം ഒരു പ്രശ്നം ഞങ്ങൾ ഉള്ളിന്റെ പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു, ആരെങ്കിലും ഒക്കെ വരുമെന്നുള്ളത്. പക്ഷെ അച്ഛൻ വന്നിട്ട് ഭയങ്കര കൂളായിരുന്നു. പുള്ളിക്ക് അതിനടുത്ത് സംസാരിച്ചു, എൻ്റെ അടുത്ത് സംസാരിച്ചു. മോളെ പൊന്നു പോലെ നോക്കണേ എന്നൊക്കെ പറഞ്ഞു. പൊന്നല്ലേ, മുക്കുകൊണ്ടാണോ? അപ്പൊ അങ്ങനെയൊക്കെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പൊ അമ്മക്കൊക്കെ അമ്മേന്റെ അടുത്ത് സംസാരിച്ചു, പുള്ളിക്കാരിയല്ല അമ്മേന്റെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ അപ്പൊ എന്റെ വീട്ടിൽ നിന്നും ഇതേപോലുള്ള അലർച്ചിലുള്ള എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റീസെന്റ് ഇപ്പൊ ഇന്ന് ഉമ്മച്ചി വിളിച്ച് സംസാരിച്ചു, ഉമ്മച്ചി മെസ്സേജ് ഒക്കെ അയച്ചു. ഇറ്റ്സ് ഓൾ ഗെറ്റിംഗ് ഗുഡ്, ഗോയിങ് ഗുഡ്. eventually people started നോക്കിയതാണ്. ചുരുക്കി പറഞ്ഞാൽ 2 ഫാമിലിയിൽ ഇപ്പൊ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ ഈ ഓൺലൈൻ മീഡിയ പറഞ്ഞുണ്ടാക്കുന്ന മാതിരിയുള്ള ഒരു തരത്തിലുള്ള പ്രശ്നം ഇല്ല എന്നർത്ഥം. പിന്നെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആകുമ്പോൾ അറിയാലോ, തുടക്കത്തിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. അതില്ലാത്ത കുടുംബമൊന്നും ഇല്ല. പക്ഷെ ഇവന്റിൽ 2 കുടുംബവും 2 പേരും ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് നല്ല കാര്യം. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും തുടർന്നും സൽമാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മതെല്ലാന്ന് കേട്ടോ. എനിക്കറിയില്ല ആൾക്കാർക്ക് ഇപ്പോഴും എന്താണ് ഈ ഏജ് ഡിഫറൻസ്, ഈ ഒരു റിലീജിയൻ ഡിഫറൻസ് ഒക്കെ ഇപ്പോഴും നെഗറ്റീവായിട്ട് കാണുന്നത് എന്തുകൊണ്ടാന്ന് അറിയില്ല. അതൊന്നും കൊണ്ടല്ല, അവർ വളർന്നു വരുന്ന സാഹചര്യം കൊണ്ടാണ്. വേറെ ബാക്കി പറഞ്ഞോട്ടെ. ഇല്ല, അത് ബേസിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് നിർത്തിയാൽ വളരെ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ കൂടുതൽ ആൾക്കും പ്രശ്നമില്ല. വി ആർ വെരി ഹാപ്പി and family is also getting okay with it. all are getting okay with it. ഈ കാസ്റ്റിന്റെ പേരിൽ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഈ വരുന്ന ഒരു 0.5% നെഗറ്റീവ്സ് വരുന്നത് ഈ റിലീജിയനും ഈ ഒരു ഏജ് ഡിഫറൻസ് പിന്നെയും കുഴപ്പമില്ല. റിലീജിയന്റെ ബേസിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, 0.5 ഒന്നല്ല, നല്ല രീതിയിൽ തന്നെ നെഗറ്റീവ് വരുന്നുണ്ട്. പക്ഷെ ഇത്രയും നെഗറ്റീവ് വന്നിട്ടും ഈ രീതിയിലൊക്കെ സംസാരിക്കാൻ പറ്റാന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തന്നെയാണ്. അതിൽ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. പക്ഷെ ഇത്രയൊക്കെ ആകാമെങ്കിൽ ഇതിനെ പോസിറ്റീവായി കാണാവുന്നതേ ഉള്ളൂ അല്ലേ. എന്തായാലും കാര്യങ്ങൾ എങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അല്ലേ, എല്ലാം പോസിറ്റീവായി തന്നെ മാറട്ടെ. എനിവേ 2 പേരും സ്വമേധയാ എടുത്ത തീരുമാനമാണ്. സൽമാന്റെ 2ാം വിവാഹമാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇനി മുൻ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഇപ്പം കെട്ടിയെന്നൊന്നും അറിയില്ല കേട്ടോ. സൽമാനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അധികമില്ല. ഇനിയിപ്പോ എന്ത് തന്നെയായാലും 2 പേരും ഹാപ്പി ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഇനിയിപ്പോ പ്രശ്നം വരാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം
ഉണ്ടായി ഡിവേഴ്സ് ചെയ്യുമ്പോഴാണ്. അന്നേരം ഇതൊന്നും ആയിരിക്കില്ല ആൾക്കാർ പറയാം. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഇതൊക്കെ അങ്ങനെ തോന്നിയതാണ് എന്നുള്ള രീതിയിലായിരിക്കും വരാം. പിന്നെ ഓൺലൈൻ മീഡിയക്കാർ ഇട്ട് കൊട്ടും ഇപ്പോഴേ തുടങ്ങി. ഞാനിപ്പോൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാം, കല്യാണശേഷം മതം മാറി മേഘ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടൈറ്റിൽ. തുറന്നു നോക്കിയപ്പോൾ എന്താ, ഇവർ രണ്ടാളും കല്യാണം ശേഷം ഏതോ റെസ്റ്റോറൻറ്റിൽ പോയൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മേഘനെ തലയിൽ കൂറില്ല. അപ്പോഴേക്കും ഇവർ അടിച്ചെടുക്കാൻ തുടങ്ങി, വിവാഹശേഷം മതം മാറിയെന്നും പറഞ്ഞുകൊണ്ട്. അതായത് ഇവർ എന്ത് ചെയ്യുന്നത് നോക്കി നടക്കുകയാണ് ഓൺലൈൻ ടീംസ്. എന്ത് പറയാനാണ് ഇവരോടൊക്കെ? എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെ. ഇനിവേ രണ്ടാളും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.